ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലോജിക്കൽ ഗെയിമിംഗ്. അപ്പോൾ ഗായ്സ്, നമ്മളത് നമ്മുടെ ആശുപത്രിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും പറ്റിയതല്ല, നമ്മൾ മറ്റേ കൊറോണയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ സാൻഡി ഷോസിൽ കൊറോണ അധികം ഇല്ല എന്നാണ് പറഞ്ഞ് കേട്ട. നഴ്സുമാർ പറഞ്ഞ അങ്ങനെയാണ്, വലിയ സീനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂവിലേക്കാണ് നമ്മളൊന്ന് പോകാൻ പോണേ. ഓക്കെ, നമ്മുടെ സൂ സാൻഡി ഷോസിൽ ഇവിടെ വന്നിട്ടുണ്ട്. സാൻഡി ഷോസ് അല്ല, വേറെ ഏതോ സ്ഥലമാണ്, പേരെനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കാൻ പോണത് നമ്മുടെ സ്വന്തം നമ്മുടെ ബെൻസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെൻസാണ്. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മോഡിഫിക്കേഷനും മോഡലും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൺട്രോളിങ്ങും സൗണ്ട് എല്ലാം ഫുൾ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ വണ്ടിയാണ് ഈ വണ്ടി. ബെൻസിൻ്റെ എല്ലാ വണ്ടിയും വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ബെൻസ് ഇഷ്ടമുള്ളവർ ഒരു ലൈക്ക് അടിക്കാട്ടോ. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോണേക്ക് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, പിന്നെ കൂടെ ബെൽ ബട്ടണും കൂടെ അമർത്തേക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സൂവിലേക്ക് പോട്ടെ ഗൈസ്. നമ്മുടെ സൂ കുറച്ച് ദൂരമുണ്ട്, എന്നാൽ അധികം ദൂരമില്ല, ഒരു മീഡിയം ലെവലിൽ ദൂരമൊക്കെ ഉള്ളൂ. ഓക്കെ, ട്രാഫിക് മറ്റേ ഹൈവേയിൽ മാത്രമേ ഉള്ളൂ ട്രാഫിക്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സൂവിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ അടുത്താണ്. റിവേഴ്സ് എടുക്ക്. നമ്മൾ കുറച്ച് മുമ്പോട്ടേക്ക് കയറി വന്നായിരുന്നു. അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കണം. ഈ വഴിക്കാണ് നമ്മൾ പോകേണ്ടത്, അല്ലെങ്കിൽ ചുറ്റണം പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ റൈറ്റ് വഴിയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ റൈറ്റ് എടുത്ത് പോന്നിട്ടുണ്ട്. ഇനി എങ്ങടേക്കാണ് പോകേണ്ടത്? ഇനിയൊരു റൈറ്റ് വഴിയുണ്ട്. ഇവിടെ റോക്കറ്റിൻ്റെ സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് പറയാം, സൂവിൻ്റെ തുടക്കമൊക്കെ ആയിരിക്കും. എന്തായാലും പഴഞ്ച റോക്കറ്റാണ്, കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ദാരിദ്ര്യം പിടിച്ച ടീംസ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്, എൻ്റെ മോനെ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലം തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബെൻസ് ഇവിടെ തന്നെ വയ്ക്കാം. നമ്മളെന്തായാലും മറ്റേ ആ റോക്കറ്റ് വെച്ച സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നു വരില്ല. ഇവിടെ എങ്കിലും പാർക്ക് ചെയ്യണ്ട ഗൈസ്, ഒരു വെറൈറ്റിക്ക് ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് നേരെ സൂവിലേക്ക് പോവാം. നമ്മുടെ സൂ ഇവിടെ ഷാർക്കിന്റെ പടമൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്താ സംഭവമാണോ, ഷാർക്കൊക്കെ ഉണ്ടാവോ? പിന്നെ ലോസ് ആൻഡോസിന്റെ ഉള്ള ജീവികളൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ പോണേ. ആവോ. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായിട്ട് നമ്മൾ ചാടി ഇറങ്ങി വന്നോട്ടോ ഗൈസ്. നമുക്ക് ഇതെടുക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമുക്ക് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ പറ്റില്ല ഇവിടുന്ന്. എന്നാ കഴിക്കാനെങ്കിലും പറ്റുമോ? അതും പറ്റൂല ഗൈസ്. എൻ്റെ മോനെ, പുള്ളിയൊന്നും തരില്ല എന്നായിരിക്കും പറയണേ. എന്താ കളിയാക്കോട്ടെ, എല്ലായിടത്തും പോ. അപ്പോൾ ഗൈസ്, നമുക്ക് സമയമൊന്നും വൈകിപ്പിക്കേണ്ട, നമുക്ക് നേരെ സൂവിലേക്ക് പോട്ടെ ഗൈസ്. ഇത് നമ്മുടെ സൂടെ അടുത്ത് തന്നെയാണ്, വലിയ സീനൊന്നുമില്ല. നമുക്ക് നടന്നോ, നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമുക്ക് ഈ വണ്ടി എടുക്കാം. വണ്ടിക്ക് വലിയ സ്പീഡ് ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തോ തടഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല. ഈ വണ്ടി ഭയങ്കര സ്ലോ ആണ് കേട്ടോ, പറഞ്ഞാലല്ല. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറില്ല ഈ വണ്ടി. അപ്പോൾ ഗൈസ്, നമുക്ക് നടന്ന ഉള്ളിലല്ല വണ്ടി ഉണ്ടോ നമുക്ക് നോക്കാട്ടോ ഗൈസ്. നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു കാക്കയോ ഗൈസ്. ഈ കാക്കേനെ കേട്ടിട്ടാണ്. കാക്കയല്ല, വേറെന്തോ വിചിത്രമായ ജീവിയാണ്. അത് താഴെ പറഞ്ഞാൽ നമുക്ക് അടുത്ത് വെച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്തോ വാഴക്കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ മോനെ, സൂവില് വാഴക്കൃഷിയോ ഗൈസ്? കൊറേ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ദൈവമേ, ഇവരൊക്കെ ഇവിടെ എന്താ സംഭവം? ഗൈസ്, നമ്മൾ നേരെ പോണം. അങ്ങനെ വഴി അവർ തന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്ലിച്ചും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഗൈസ്. മറ്റേ മരത്തിന്റെ ചെറിയ ഗ്ലിച്ച് ഉണ്ട്.
ഈ മോഡ് കുറച്ച് ഗ്ലിച്ചാണ്, അത് കുറച്ച് സീനാണ്, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ദേ ഇവിടെ 2 വണ്ടികൾ കിടപ്പുണ്ട്. ദേ ഇവിടെ ഒരു ട്രാക്ടർ പോലത്തെ ഒരു വണ്ടി കിടപ്പുണ്ട്, പിന്നെ അപ്പുറത്തെ ഒരു നമ്മൾ സാധാ എടുക്കണം എയർപോർട്ടിൽ ഉപയോഗിക്കണ വണ്ടിയാണ്. അപ്പോൾ ഗൈസ് ദേ നേരമൊക്കെ നമ്മൾ കാണാതെ കുരങ്ങന്മാര്, എൻ്റെ മോനെ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കൊറോണയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഈ കുഞ്ഞ വണ്ടി എടുത്തിട്ട് ചുറ്റാം. വണ്ടിക്ക് സ്പീഡ് ഉണ്ടായാൽ മതിയായിരുന്നു. ഓ ഗായ്സ് വേണ്ട, പറ്റില്ല. ഈ വണ്ടി എന്തിനു ഉപയോഗിക്കുന്നതാന്ന് പറയട്ടെ, ഇത് മറ്റേ പുല്ല് വെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി. അടിയിൽ എന്തോ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുക്കാം. നമുക്ക് ഈ വണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ സംഭവം, ഇവിടെ മലയിലൊക്കെ കാണപ്പെടുന്ന മറ്റേ പുലികളാണ്, വെള്ളപ്പുലി കണ്ടോ. നമ്മുടെ മൗണ്ട് ചില്ലാടിൽ നമ്മൾ നടന്നു പോയ പണിയാണ്. നടന്നു പോകാൻ നേരത്ത് നമുക്ക് ഇവിടെ ഇറ്റങ്ങളെ കാണാൻ പറ്റും. ഇവര് നമ്മളെ കടിച്ചു തരും കേട്ടോ, വേറെ കാര്യം, നമ്മളെ കൊല്ലും. അതുകാരണം മൗണ്ട് ചില്ലാടം നടന്നു പോകുന്നത് റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. എൻ്റെ ദൈവമേ ഗൈസ്, ഇപ്പൊ ഇവിടെ എന്തോ ഉണ്ട്, അതാണ് അവര് ഇങ്ങനെ വായം പൊളിച്ച് നോക്കി. അയ്യേ, ഞാൻ വിചാരിച്ചു വല്ല സ്പെഷ്യല് സാധനമായിട്ടായിരിക്കും. ഗൈസ് ഇത് കാട്ടുപന്നിയായിട്ടാന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ഓക്കെ, എന്താണാവോ, എന്തായാലും ഒരു പന്നിയുടെ ഇനത്തിൽപ്പെട്ട സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി എടുത്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഗൈസ് എന്നിട്ടത് ഗൈസ് നിങ്ങളത് കണ്ടോ, അതേ ആനയുടെ കളർ മാറണോ. എൻ്റെ അമ്മന് വിചിത്രമായ ആനയോ, എൻ്റെ ദൈവമേ. ഇതിപ്പോ ആനയുടെ കളർ വെള്ള, കളർ മാറ് ശരിക്കിനോട്ടെ ഗൈസ്. ഇത് കളർ മാറിയിരുന്നു, എൻ്റെ കളറ് മാറണ ആനയോ അങ്ങനെയൊക്കെ ഉണ്ടോ. കളർ മാറി. അതേത് അതിന്റെ പിങ്കായി, ഇതിപ്പോ മാറി, ഇതിപ്പോ വെള്ളയായി. എന്റെ ദൈവമേ, വിചിത്രമായ ഇനങ്ങളാണല്ലോ. GTA 5 മാത്രം ഉണ്ടാവുള്ളൂ ഇതുപോലത്തെ ആന. എന്റെ ദൈവമേ, ഓ ഈ സൂര്യ സമ്മതിക്കണം. ഏറ്റവും മറ്റേ വിചിത്രമായ ജീവി അതാന്ന് തോന്നണട്ടോ ഗൈസ്. എനിക്ക് കണ്ടിട്ട് എല്ലാം കണ്ടിട്ട് അതുപോലെ തോന്നിയ ഗൈസ്. ഇവിടെ മൊയലാണ് കേട്ടോ, നമ്മുടെ സാധാ മൊയലൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ല. നമുക്ക് കാട്ടി പോയാൽ കാണാം ഈ സംഭവത്തിനെ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനിയെല്ലാം ഉണ്ടാവോ, ഇല്ലാന്ന് തോന്നുന്നു. ഇഞ്ഞത്ത് തീർന്നു എന്നാണ് തോന്നണത്. ഉണ്ട് ഗൈസ്. ഓ മാൻ, ഇത് മറ്റേ പശുക്കളാണ് ഗൈസ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റണ കണ്ടേക്കണ സാധനമാണ്. പക്ഷെ നമ്മൾ കണ്ടേക്കണെന്ന് പറഞ്ഞാലും നമ്മുടെ ലോസ് ആൻഡോസിലെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. വിചിത്ര കോഴിയോ, കോഴീനൊക്കെ പിടിച്ചിട്ടാണോ? അതേ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിൽ കോഴീനെ പിടിച്ചിട്ട് വീണു. എൻ്റെ ദൈവമേ, എൻ്റെ മോനെ, ഇവർക്കൊക്കെ ഇതൊന്നും അതിശയല്ല. ഇതൊക്കെ ഇവർ അത്രേ കണ്ടേക്കണു. എന്ത്. അപ്പൊ ഇതിന്റെ ചെറുത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ടേ നമ്മള് കാണുന്ന സംഭവം. ഇത് ഭയങ്കര വലുപ്പമായി പോട്ടെ. ഇത് ചിലപ്പോ വലിയ ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും. അപ്പൊ നേരെ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങാറായിട്ടുണ്ട്. നേരെ സന്ധ്യ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്ര ഉള്ള സംഭവം. സൂര്യന്റെ പുറത്തേക്ക് നമ്മള് വന്നു. സംഭവം ഇത്ര ഉള്ളു. എനിക്ക് തോന്നണു വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല സൂര്യ. മറ്റേ വിചിത്രമായ ഒരു ആന ഉണ്ടായി, അത് കുറച്ച് സെറ്റപ്പ് ആയിരുന്നു. അത് ചിലപ്പോ എനിക്ക് തോന്നണ ഗ്ലിച്ചായിട്ടേ ആയിരിക്കും എന്നാണ്. അല്ലെങ്കിൽ അവര് അങ്ങനെ വെച്ചേക്കണതാണോ എന്ന് എനിക്കൊന്ന് അറിയാൻ പാടില്ല കഴിച്ചു. എനിക്ക് തോന്നണ ഗ്ലിച്ചായിരിക്കുള്ളൂ. കാരണം ആന കളർ മാറോ അങ്ങനെ ജീവി ഉണ്ടോ ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഒരു അറിവിലില്ല. ചിലപ്പോ GTA 5 കുറച്ച് വെറൈറ്റി ആക്കിയതായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ബെഞ്ച് എടുത്തോണ്ട് നമുക്ക് പോവാട്ടെ കഴിച്ചത്. ഇവിടെ നമ്മള് സൂലൊക്കെ വന്ന് കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. കേൾക്കണ്ട, നേരെ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും കടയിൽ കയറി നമ്മൾ ഫുഡ് അടിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം.
അത്രേ ഉള്ളൂ അല്ലല്ലേ? അതൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ. എൻ്റെ മോനെ നമ്മുടെ ബെൻസ് എന്തായാലും പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബെൻസ്. അത് കാരണം ഞാൻ ഈ ബെൻസ് ശരിക്കും അപ്ഗ്രേഡൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. കാണല്ലോ, സെറ്റ് വണ്ടിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനൊക്കെ. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.